ഹലോ ഗൈസ്, എല്ലാവർക്കും രവി ആൻഡ് കിഡ്സ് യൂട്യൂബ് ചാനലിലേക്ക് സസ്നേഹം സ്വാഗതം. ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കന്യാകുമാരി ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ആഘോഷങ്ങളിൽ ഒന്നായ കൊഴുത്തുറയിലെ വാവുബലി പ്രദർശന നഗരിയിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. 101ാമത് വാവുബലി പ്രദർശനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വാവുബലി പ്രദർശന നഗരിയിൽ ഞങ്ങളെത്തുമ്പോൾ ഏതാണ്ട് 5 മണിയോടടുത്തിരുന്നു. ഇവിടെ വരുമ്പോൾ തന്നെ നല്ല തിരക്കും ചെറിയ തോതിൽ ചാറ്റൽ മഴയും ഉണ്ടായിരുന്നു. ഞങ്ങൾ നടന്നു പോകുന്ന പാതയുടെ ഇരുവശങ്ങളിലും നിങ്ങൾ കാണുന്നത് പോലെ തന്നെ നിറയെ പലഹാരക്കടകൾ നിരന്നിരിക്കുകയാണ്. ഓരോ പലഹാരക്കടകളിലും വിവിധ തരത്തിലുള്ള പലഹാരങ്ങളാണ് അവർ തയ്യാറാക്കി വച്ചിരിക്കുന്നത്. ഇവയൊക്കെ കണ്ട് ഞങ്ങൾ നേരെ ചെന്നെത്തിയത് ടിക്കറ്റ് കൗണ്ടറിന് മുമ്പിലാണ്. ഇവിടെ നിന്ന് നമുക്ക് ടിക്കറ്റ് എടുക്കാം. ഇവിടെ മുതിർന്നവർക്ക് 20 രൂപയും കുട്ടികൾക്ക് 10 രൂപയുമാണ് ടിക്കറ്റ് നിരക്ക്. ഞങ്ങൾ ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും ടിക്കറ്റ് എടുത്തു. ഇനി നമുക്ക് ഉള്ളിലേക്ക് പോകാം. ഉള്ളിലേക്ക് കയറി പോകുമ്പോൾ ആദ്യം തന്നെ കാണുന്നത് കുറേയേറെ ഫാൻസി ഐറ്റങ്ങളുടെയും കളിപ്പാട്ടങ്ങളുടെയും സ്റ്റാളുകളാണ്. നിങ്ങളിപ്പോൾ കാണുന്നത് കുപ്പിവളകളുടെ ഒരു കടയാണ്. ഈ കട പോലെ തന്നെ ഇവിടെയും ഫാൻസി ഐറ്റങ്ങളുടെ ഒരു കട കാണാം. കുട്ടികളുടെ കളിപ്പാട്ടങ്ങളും മറ്റുമാണ് ഇവിടെ കൂടുതലും ഉള്ളത്. ഈ കടയിൽ നിന്നും ഏത് സാധനം എടുത്താലും 100 രൂപയാണ് വില. ഇതുകൂടാതെ ഇവിടെ ഒരു കമ്മൽ മേള എന്ന് കമ്മലുകൾക്ക് മാത്രമായിട്ടുള്ള ഒരു കടയുമുണ്ട്. ഇനി നമ്മൾ നേരെ പോകുന്നത് മുമ്പത്തെ VLC ഓഡിറ്റോറിയം പുതുക്കി പണിയുന്ന കെട്ടിടത്തിനുള്ളിൽ ഒരുക്കിയിട്ടുള്ള സ്റ്റാളിലേക്കാണ്. ഇവിടെ കരകൗശല വസ്തുക്കളുടെയും പെയിൻറ്റിങ്ങിൻ്റെയും പെൻസിൽ ഡ്രോയിങ്ങിൻ്റെയും വീടുകളുടെയും ഹെലികോപ്റ്ററുകളുടെയും എന്നുവേണ്ട ലോകത്തുള്ള സകല വസ്തുക്കളുടെയും മാതൃകകൾ ഒരുക്കിയിട്ടുണ്ട്. അക്കൂട്ടത്തിൽ നമ്മളിപ്പോൾ കാണുന്ന പോലെ ഒരു ആഡംബര കപ്പൽ ഇവിടെയുണ്ട്. അതിൻ്റെ മാതൃകൻ്റെ മുകളിൽ തന്നെ മുങ്ങിപ്പോകുന്ന ടൈറ്റാനിക്കിൻ്റെ ഒരു മാതൃകയും ഇവിടെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഇവയൊക്കെ കണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം. ഇവിടെയും തിരക്ക് നല്ല രീതിയിൽ ഉള്ളതിനാൽ നേരെ ചെവ്വേ വീഡിയോ എടുക്കാനുള്ള അവസരം പോലും കുറവായിരുന്നു. എങ്കിലും നിങ്ങളിപ്പോൾ കാണുന്ന ഒരു വീടും അതുകൂടാതെ മരത്തിലുള്ള ഒരു നിലവിളക്കിൻ്റെ മാതൃകയും ഒക്കെ തന്നെ കാണാം. ഇതിൻ്റെ നേരെ മറുവശത്ത് നോക്കുകയാണെങ്കിൽ മനുഷ്യ ഭ്രൂണത്തിൻ്റെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിലേക്ക് അറിവ് പകരുന്ന ഒരു സ്റ്റാളും ഒരുക്കിയിരുന്നു. ഈ സ്റ്റാൾ കഴിഞ്ഞ വർഷവും ഉണ്ടായിരുന്നു. ഇവിടെ ഇതാ മനുഷ്യൻ്റെ തലയോട്ടിയും അതുകൂടാതെ മനുഷ്യരൂപത്തിൻ്റെ പൂർണ്ണ രൂപത്തിലുള്ള ഒരു അസ്ഥികൂടവും ഇവിടെ ഇതാ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇവയും കണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം. വർഷം തോറും നടക്കുന്ന വാവുബലി പ്രദർശനത്തിൽ എന്തെങ്കിലുമൊക്കെ പുതുമയുള്ള വസ്തുക്കൾ കൊണ്ടുവരാൻ ഇവിടുത്തെ നടത്തിപ്പുകാർ ശ്രമിക്കാറുണ്ട്. ഇത്തവണയും അതുപോലെ ഒട്ടേറെ പുതുമയുള്ള വസ്തുക്കൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഇതാ ഭഗത് സിംഗിൻ്റെയും ഹെഡ്ഗേവാറിൻ്റെയും തമിഴ് സിനിമാ നടൻ വടിവേലുവിൻ്റെയും ചിത്രങ്ങൾ വരച്ചു വച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ പോകുന്നത് പ്രദർശന നഗരിയുടെ ഗ്രൗണ്ടിലേക്കാണ്. അവിടെയും നല്ല തിരക്ക് തന്നെയാണ്. എങ്കിലും നമുക്ക് ചുറ്റുമുള്ള കാഴ്ചകൾ കണ്ട് ഗ്രൗണ്ടിനുള്ളിൽ എന്തൊക്കെ ഉണ്ടോ നോക്കാം. ഈ ഒരു റൈഡ് കണ്ടപ്പോൾ കുട്ടികൾക്ക് 2 പേർക്കും ഇതിലൊന്ന് കയറണമെന്ന് പറഞ്ഞു. എന്നാൽ ഇത്തിരി ഉള്ളിൽ ഭയമുണ്ടെങ്കിലും അവരുടെ ഇഷ്ടത്തിന് മറുത്തൊന്നും പറഞ്ഞില്ല. ഒരാൾക്ക് 80 രൂപയാണ് ടിക്കറ്റ് നിരക്ക്.
ചുറ്റുമുള്ള കാഴ്ചകൾ കണ്ട് ഞങ്ങൾ നേരെ പോകുന്നത് ഗോസ്റ്റ് ഹൗസിൻ്റെ അടുത്തേക്കാണ്. ഗോസ്റ്റ് ഹൗസിൻ്റെ ഫ്രണ്ടിലും ഉള്ളിലേക്ക് കയറാൻ വേണ്ടി നല്ല തിരക്കായിരുന്നു. അതിനോട് ചേർന്ന് തന്നെ കൊച്ചു കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു സ്വിമ്മിംഗ് പൂളും ഒരുക്കിയിട്ടുണ്ട്. കാർഷിക വിളകൾക്ക് മാത്രമായി ഒരു സ്റ്റാളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ കിഴങ്ങ് വർഗ്ഗങ്ങളുടെയും ഫലവർഗ്ഗങ്ങളുടെയും പച്ചക്കറികളുടെയും ഇത് കൂടാതെ തന്നെ നമുക്ക് ഒരു ബോൺസായി രൂപത്തിലുള്ള ആൽമരവും ഇവിടെ കാണാം. കൃഷിക്കാർ അവരുടെ വിളകളിൽ നിന്നും ഏറ്റവും വലിയവയാണ് ഇവിടെ സാധാരണയായി കൊണ്ടുവയ്ക്കാറ്. പ്രദർശന നഗരിയുടെ ഗ്രൗണ്ടിൽ തന്നെ കരകൗശല വസ്തുക്കൾക്കായി ഒരു ചെറിയ സ്റ്റാളുമുണ്ട്. അതിന് തൊട്ടടുത്തായി സീറോ ഗ്രാവിറ്റിയുടെ ഒരു റൈഡും ഇത്തവണ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇതിലൊന്ന് കയറി ഇതിൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് നേരിട്ടറിയുക. പ്രദർശന നഗരിയിലേക്ക് വൈകുന്നേരങ്ങളിലാണ് പോകുന്നതെങ്കിൽ ഇവിടുത്തെ വർണ്ണ വിളക്കുകളുടെ ഒരു വിസ്മയ ലോകം തന്നെ നമുക്ക് നേരിട്ട് കണ്ട് ആസ്വദിക്കാനുള്ള ഒരു സുവർണ അവസരമാണ് നിങ്ങൾക്ക് കിട്ടുക. സ്വയം കറങ്ങുകയും മൊത്തത്തിൽ കറങ്ങുകയും ചെയ്യുന്ന രീതിയിലാണ് ഈ റൈഡിൻ്റെ നിർമ്മാണം. പ്രദർശന നഗരിയിലെ മുഴുവൻ കാഴ്ചകളും കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.